ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോയതാണ്. തേഴ്സ്ഡേ ആണ് ഷോപ്പിങ്ങിന് പോയത്. ഒരു വർക്കിംഗ് ഡേ ആണ്, എന്നാലും രാവിലെ തന്നെ പോയതാണ്. ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഞാനും മക്കളും കൂടിയിട്ടാണ് ഷോപ്പിങ്ങിന് പോയത്. ഒമാൻ അവന്യൂസ് മോൾ, ഗോബ്ര, അവിടെയാണ് പോയത്. ലുലുവിൻ്റെ ഒമാൻ അവന്യൂസ് മോൾ എന്നുള്ള ഷോപ്പിംഗ് മോളിലാണ് പോയത്. അപ്പോൾ ഞാനത് പോവാൻ ഇന്നിങ്ങനെ ഷോപ്പിങ്ങിന് പോകാനുള്ള കാരണം പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരുന്നു. ജോയ് ആൽക്കാസിൽ 70% ഓഫ് എന്നും, അതായത് പണിക്കൂലിയൊക്കെ 70% ഓഫ് ഫാക്ടറി സെയിൽ എന്നുള്ള ഒരു ബോർഡ് കണ്ടിരുന്നു. പിന്നെ ഡയമണ്ടൊക്കെ എക്സ്ചേഞ്ചും അങ്ങനെ അതിലൊക്കെ ഒരുപാട് ഓഫറുകളും ഒക്കെ ഉണ്ടെന്ന് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ പോയത്. നമ്മൾ ആദ്യം തന്നെ അപ്പോൾ മോളിൽ ചെന്ന് ആദ്യം നോക്കുമ്പോൾ മലബാർ ഗോൾഡ് ആദ്യം കാണുന്നത്, പിന്നെയാണ് ജോയ് ആൽക്കാസ് കാണുന്നത്, തൊട്ട് അപ്പുറത്തോ. അപ്പോൾ ആദ്യം ഞാൻ മലബാർ ഗോൾഡിലാണ് കയറിയത്. അപ്പോൾ ഇത് മലബാർ ഗോൾഡിൽ കയറിയ കുറച്ച് കാഴ്ചകൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വിവരങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വളകളൊക്കെ കാണിച്ചു. അപ്പോൾ അതിൽ മലബാർ ഗോൾഡിലും പണിക്കൂലി എന്തൊക്കെ കുറവും അങ്ങനെ എന്തോ ബോർഡ് അവിടെ നിന്ന് കണ്ടു. ഞാൻ അത് അവിടെ നിന്ന് ബോർഡ് കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഈ കാണിക്കുന്ന ബാംഗിൾസൊക്കെ ഡയമണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ഓഫറുണ്ട്. അൺകട്ട് ഡയമണ്ട്സ് ആണ്. അപ്പോൾ അതിൽ ഓഫറുകളുണ്ട്. നല്ല ബാംഗിൾസ് തന്നെയാണ്. പക്ഷേ 100 റിയാലിൻ്റെ ഒക്കെ വാല്യൂ അത്ര വരും. പിന്നെ അത് റീസെയിൽ വാല്യൂ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ ഈ ഡയമണ്ടിൻ്റെ ഈ ബോർഡ് അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ പോകാൻ കാരണം വേറെ ഒരു കാര്യം ഉണ്ടായി. എൻ്റെ കയ്യിലുള്ള ഒരു ഡയമണ്ട് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പോൾ റീസെയിൽ വാല്യൂ കിട്ടില്ല എന്നുള്ളത് കിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഡയമണ്ട് തന്നെയാണ് കേട്ടോ. ഈ കാണിക്കുന്ന വളകളൊക്കെ ഭയങ്കര ഹെവിയാണത് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഭംഗിയുണ്ട്, പക്ഷേ നമുക്കതിനെ എപ്പോഴും വെയർ ചെയ്യാനും പറ്റില്ല. പിന്നെ മാത്രമല്ല ഹെവിയാണ്. അപ്പോൾ ഇതൊക്കെ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ആ ഡയമണ്ട് എക്സ്ചേഞ്ച് നടക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി അറിയണമായിരുന്നു. പിന്നെ എനിക്ക് 2 വളയും വാങ്ങണം എന്നുണ്ടായിരുന്നു. സാധാ വള വാങ്ങണം, സാധാ ഡിസൈനൊന്നും ഇല്ലാത്ത 2 വളകൾ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇതിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ കാര്യമായിട്ട് പോയത്. വളരെ സീരിയസ് ആയിട്ടാണ് പോയത്, എനിക്കിത് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡയമണ്ടിൻ്റെ എക്സ്ചേഞ്ചിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് വാല്യൂ കിട്ടില്ല എന്നാണ് വാല്യൂ വളരെയൊക്കെ നഷ്ടമാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് ഡയമണ്ടുകളിലൊക്കെ എക്സ്ചേഞ്ചൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാനവിടെ പോകാൻ കാരണം. അപ്പോൾ അവരോട് മലബാർ ഗോൾഡിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബില്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മലബാർ ഗോൾഡിന് ഡയമണ്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓർമ്മ ഡമാസ് എന്നാണോ ജോയ് ആൽക്കാസ് എന്നാണോ ഞാൻ വാങ്ങിയത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ എനിക്ക് ഇൻവോയ്സും കാര്യങ്ങളൊന്നും ബില്ലൊക്കെ ഉണ്ടോയെന്ന്, ബില്ലും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് അപ്പോൾ അവരോട് സീല് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരതിന് എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അവർ മലബാർ ഗോൾഡ് അല്ല എന്ന് പറഞ്ഞു അവർ കേട്ടോ. അപ്പോൾ പിന്നെ അത് നടക്കില്ല. അപ്പോൾ ഞാൻ മാറ്റാൻ തയ്യാറായില്ല. കാരണം അവർ ചെറിയ വിലയ്ക്ക് അങ്ങനെ മാറ്റിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ അത് വില കൊടുത്ത് വാങ്ങിയ മുതലല്ല. അപ്പോൾ നമ്മളത് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സാധാ വള വാങ്ങാമെന്ന് വിചാരിച്ചു. വള ഇങ്ങനെ ഏകദേശം ഞാൻ പർച്ചേസ് ഇങ്ങനെ ചെയ്ത പോലെ തന്നെ ആയിട്ടാണ്. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു താല്പര്യക്കുറവുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള വള ഞാൻ കാണുകയും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അവർ എനിക്കിങ്ങനെ ബാക്കി ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ഫൈനലൈസ് ആക്കുക എന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ അവരിങ്ങനെ 21, 22, 24, 18 ക്യാരറ്റും കാണിച്ചു. അപ്പം 18 എന്താ പറയുക, 18 നമ്മൾ അങ്ങനെ ഇന്ത്യൻസ് ഒന്നും അങ്ങനെ വാങ്ങുന്നില്ലല്ലോ. ഇതാണ് കേട്ടോ 18ൻ്റെ കളക്ഷൻസ്. അപ്പോൾ അത് ജസ്റ്റ് കാണുക എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സമയം ഉണ്ടായപ്പോൾ അവർ കാണുന്നില്ല. വൈറ്റ് ഗോൾഡ് ഞാനിതിപ്പോൾ കാണിക്കാൻ ഒരു കാര്യം ഉണ്ടായി. അതിൽ വൈറ്റ് ഗോൾഡിൻ്റെ വള കണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്, അതിൻ്റെ ഷേപ്പും ഒക്കെ കൂടിയിട്ട്. പിന്നെ വേറെ 1-2 ഇതും കൂടി നല്ലതായിട്ട് തോന്നി. പക്ഷേ അത് ഭയങ്കര ഡെലിക്കേറ്റഡും ഭയങ്കര കളറുള്ള പോലെയൊക്കെ തോന്നി. കളർ കൂടിയതും കുറഞ്ഞു അങ്ങനെയൊക്കെ ഒരുമാതിരി തോന്നിയിട്ടാണ്. അപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കളക്ഷൻസൊക്കെ വളരെ കുറവാണ്. പിന്നെ അതിൽ ഇങ്ങനെ വേറെ ഇപ്പോൾ ഈ കാണുന്ന കളക്ഷൻസിലൊക്കെ ഇതൊക്കെ, അതായത് ഇതൊക്കെ 22 എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം
അതിലും കുഴപ്പമില്ല. അപ്പം ഞാനിത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ സാധാ നമ്മളെ മുന്നിൽ ഞാൻ അന്വേഷിക്കുന്ന രീതിയിലുള്ള എനിക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു വളയായിരുന്നു. എനിക്കത് നഷ്ടപ്പെട്ടു ആ വള. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വളകൾ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാൻ പോയത്. പക്ഷേ അതിപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു, മസ്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. എനിക്കത് കിട്ടിയില്ല. പിന്നെ അപ്പോൾ എനിക്കത് ചില സാഹചര്യങ്ങളൊക്കെ ഇപ്പം വിറ്റതൊന്നല്ല, വളമില്ലാതെയായി. പിന്നെ അപ്പോൾ അങ്ങനത്തെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടുന്ന് നമ്മൾ അങ്ങനത്തെ കിട്ടിയില്ല എന്ന് കാണും ചെയ്തപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ജോയ് ആലുക്കാസിലേക്കല്ലേ, ജോയ് ആലുക്കാസിൽ എന്നെ നോക്കിയിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ജോയ് ആലുക്കാസിൽ കയറിയ വിവരങ്ങളാണ് ഈ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ജോയ് ആലുക്കാസിൽ വന്നപ്പോൾ അവിടെ ആദ്യം നമുക്ക് നോക്കുമ്പോൾ തോന്നി കുറേ ഉണ്ട് എന്നുള്ളത് തോന്നി, മലബാർ ഗോൾഡിനെക്കാട്ടിലും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഈ 12 ഗ്രാം അങ്ങനെയൊക്കെ വരുന്ന ഒറ്റ വളകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ടൈപ്പാണ്. ഒരു 1.5-2 പവൻ്റെ ഉള്ളിൽ വരും ഒരു വള. പക്ഷേ അത് കേടാവുമൊന്നുമില്ല, അതങ്ങനെ അത് നിൽക്കും അങ്ങനത്തെ. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ ടൈപ്പ് ഇല്ല. പിന്നെ അവർ പറഞ്ഞു ഓർഡർ തന്നുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരാം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പിന്നെ ഞാനെന്നാലും ഇവിടുന്ന് 2 വള ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഏകദേശം വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഞാൻ വാങ്ങാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 70% ഫാക്ടറി സെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞില്ലേ. ആ ഫാക്ടറി സെയിൽ എന്ന് പറയുന്നത് കുറച്ച് ഐറ്റംസിന് മാത്രമേ ഫാക്ടറി സെയിലുള്ളൂ. അപ്പോൾ അതിൽ അധികം കുട്ടികളുടെ ബാംഗിൾസാണ്. ഇതൊന്നും നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും കേട്ടോ. അത് അവിടെ 2 ആൾക്കാർ നിന്നിട്ട് 2 നോർത്ത് ഇന്ത്യൻസ് നിന്നിട്ട് അവർ ഇങ്ങനെ ഗോൾഡ് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നീട് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വളം വാങ്ങാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് വന്നതാണ്, എന്തോ ഓഫറില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു 2-3% പണിക്കൂലിയൊക്കെ ഞങ്ങൾ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവസാനം 2 വളയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പണിക്കൂലിയും ടാക്സും കൂടിയിട്ട് ഭയങ്കര എമൗണ്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എമൗണ്ടായിട്ട് തോന്നി, നല്ലൊരു എമൗണ്ടായിട്ട്. ഇപ്പോൾ എക്സാക്റ്റ് എമൗണ്ട് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അത് എമൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. എനിക്ക് ഇത്രയും പണിക്കൂലി വരുന്ന, എത്ര ടാക്സ് വരുന്നത് എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. 5% ആണല്ലോ ടാക്സ് വരിക. അപ്പോൾ 18% എങ്ങാണ്ട് പണിക്കൂലി വരുന്നതിൽ 2% എങ്ങാണ്ട് അവർ കുറയ്ക്കാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ചെറിയൊരു വള എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വള സെലക്ട് ചെയ്തിട്ട് ഞാൻ പണിക്കൂലി നോക്കുമ്പോൾ അതായത് ടാക്സ് 16 റിയാൽ വരുന്നുണ്ട്, പണിക്കൂലിയും 24 അല്ല, അവർ കുറയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് തന്നെ പണിക്കൂലി കുറവുള്ള രീതിയിലുള്ളൊരു വള എടുത്തിട്ട് തന്നെ 24, 28 അങ്ങനെ ഇത്രയും കണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാനത് ആ കാരണം കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അത്രയും പണിക്കൂലി വരുന്നു എന്നുള്ളൊരു കാരണങ്ങളെ കൊണ്ടിട്ട് ഈ 2 വളയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര എമൗണ്ട് അതിന് പണിക്കൂലിയും ടാക്സും കൂടിയിട്ട് വന്നുകൊണ്ട് ഞാൻ വാങ്ങാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ തന്നെ ഇതൊക്കെ വൈറ്റ് ഗോൾഡിൻ്റെ, ഇത് കുഴപ്പമില്ല. പക്ഷേ നമുക്കങ്ങനെ ഡെയിലി യൂസൊക്കെ നടക്കുമെന്നുള്ളത് അറിയില്ല. പിന്നെ അത് ഭയങ്കര ഒരു ഒരം പോലെ നമ്മുടെ കയ്യിലെല്ലാം കയറാനൊക്കെ ഈ ഒരൊറ്റ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സിംഗിൾ വള മാത്രമേ അങ്ങനത്തെ ഒരു കുറച്ചെങ്കിലും ഒരു പണിക്കൂലി കുറഞ്ഞതായിട്ട് കണ്ടുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇങ്ങനെ കൂടുതലായ പോലെയൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻറ്റീൻ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി നമ്മളെ വിളിച്ചതാണ് ജസ്റ്റ് ട്രൈ ചെയ്യുക, ആ ഒരു ഗെയിം പോലെ. ആ ഗെയിം നമ്മൾ വീഡിയോ എടുത്തില്ല, ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മൾ ഐക്കിയയിൽ പോകണം, അതും ജോയ് ആലുക്കാസും ഐക്കിയയും കരുതിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോയ് ആലുക്കാസും ഐക്കിയും കരുതി വന്നു. അങ്ങനെ ജോയ് ആലുക്കാസ് ഇപ്പം ഇങ്ങനെയായി. അപ്പോഴേക്കും ഞാനൊരു ഷോപ്പും പാൻറ്റീനും അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും തന്നെ ഏകദേശം 1 മണിക്കൂറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐക്കിയ ഷോറൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഐക്കിയയുടെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ബെഡ്റൂംസ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് അതിനൊക്കെ ഓഫർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്, ഐക്കിയയിലേക്ക് പോയത്. പക്ഷേ ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങിയില്ല. കാരണം അത് ഞാൻ വാങ്ങിയില്ല, സിംഗിളിനൊക്കെയാണ് അധികം ഇത്. പിന്നെ എത്രത്തോളം എനിക്ക് മെറ്റീരിയൽ നല്ലതാണെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ സൽമാൻ സ്റ്റോറിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓഫർ നന്നായിട്ടുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു, പ്ലെയിൻ ബെഡ്ഷീറ്റുകൾ തന്നെ.
അപ്പോൾ സൽമാൻ സ്റ്റോറിലാണ് എനിക്കൊന്നും കൂടി നല്ലതായിട്ട് തോന്നിയത്. നല്ല ഓഫർ, അത് കോസ്റ്റ്ലി ബെഡ്ഷീറ്റാണ്, പക്ഷേ നല്ല ഓഫർ കാണുന്നുണ്ട്. ഇത് വില കുറഞ്ഞ ബെഡ്ഷീറ്റാണ്, ഓഫറും അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് എല്ലാവർക്കും തരാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേതായിരിക്കും ലാസ്റ്റ് ചെയ്യുക. സൽമാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു, പക്ഷേ അവസാനം സൽമാൻ സ്റ്റോറിൽ കയറാതെ പോന്നു. ഞങ്ങൾക്ക് 1-2 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടും. അപ്പോൾ പിന്നെ അത് ലാസ്റ്റ് വെച്ചിട്ടാണ് മറന്നുപോയി. ഞങ്ങൾക്ക് പോയി വാങ്ങാമെന്ന് പറഞ്ഞു നിന്നിട്ട് പിന്നെ ഐക്യ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇത് നല്ല ഷോപ്പാണ്. ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അധികമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഐക്യയിൽ നമ്മളിങ്ങനെ തപ്പി നടന്ന് വാങ്ങാന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് കുഞ്ഞു ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയതായിട്ട് എനിക്ക് തോന്നി. കണ്ടില്ലേ, എൻ്റെ മോള് ഇവിടെ പറയുന്നുണ്ട്, അമ്മ ഇത് വാങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗള് 900 പൈസ ഗ്ലാസ് ബൗളാണ്, കുറച്ച് ഹെവിയാണ്. പിന്നെ ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ചെറിയ സാധനങ്ങൾ, കപ്പുകൾ, ചായക്കപ്പ്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം ഐക്യയുടെ. ഇത് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഐക്യയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഐക്യയുടെ മറ്റേ ഫ്ലോറിൽ പോവുകയാണ്. അപ്പം 2 ഫ്ലോറായിട്ടാണ് ഐക്യ ഉള്ളത്. പിന്നെ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് മെയിൻ ഫുഡൊക്കെ മുകളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനും കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാം വേണ്ടെന്ന് നമുക്കൊരു താഴെ ഇങ്ങനെ സ്നാക്സ്, പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐക്യയുടെ ഐസ്ക്രീമിന് 100 പൈസയ്ക്ക് വനില ഐസ്ക്രീം ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിയത്, അതും ചീപ്പാണ്, 200 പൈസയാണ് ഉള്ളൂ ഐസ്ക്രീം. പിന്നെ ആദ്യം കുട്ടികൾ വേറെ എന്തൊക്കെ സെലക്ട് ചെയ്തു. അവർ ഡോണറ്റും പിന്നെ വേറെ ഏതോ ഹോട്ട് ഡോഗ് ഏതോ ഒന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല അത്രേ. അവരെന്നെ ഓർഡർ ചെയ്യുന്നതാണത്. അപ്പോൾ പക്ഷേ ഞാനത് വാങ്ങിയില്ല. പക്ഷേ ഞാനെല്ലാം ഞാൻ ഐസ്ക്രീം വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ഇവിടുന്ന് പുട്ട് കഴിച്ച് പോയിട്ട് നല്ല ദാഹം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ എപ്പോഴും പോയാലും ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഞാനത് മതി, എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടതല്ലേ വിചാരിച്ചിട്ട് ഞാൻ 1 മണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കുട്ടികൾ ആദ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർ നിന്ന് തിരിഞ്ഞ് അവർ അവസാനം ഐസ്ക്രീമിലേക്ക് തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ 3 ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങുന്നു. അവിടെ ഇരുന്നിട്ട് തന്നെ അവിടെ ഐക്യയുടെ താഴെ നമുക്ക് കഴിക്കാനുള്ള സ്ഥലം, ഭയങ്കര വിശാലമായ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. ഇതെല്ലാം നല്ല ഗ്ലാസ് ജാർസാണ്, നല്ലതാണ് ഈ ഗ്ലാസ് ജാർസൊക്കെ കേട്ടോ. കുറച്ച് ഹെവി ആണെങ്കിൽ പോലും നല്ല ഭംഗിയാണ്, നമുക്ക് പലതും ഇട്ട് വയ്ക്കാനും നല്ലതാണ്. ഉപ്പാണെങ്കിലും അങ്ങനെ എന്തായാലും സേഫായിട്ടിരിക്കും. നമ്മുടെ ഈ ഭരണി പോലെയൊക്കെ നല്ല വലുതും ചെറുതും 3 സൈസുകളിലുണ്ടായിരുന്നു. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഗ്ലാസ് ജാർ കഴിഞ്ഞിട്ട് വേറെ ഇങ്ങനെ എന്താ പറയുക, വേറെ ഷേപ്പിലുള്ള തന്നെ വേറെ ഗ്ലാസിൻ്റെ അങ്ങനത്തെ ബോട്ടിലുകൾ നമുക്ക് കണ്ടെയ്നറുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ടേബിളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണം, നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ അതൊക്കെ വളരെ ഭംഗിയുണ്ട്, നല്ലതാണ്. പിന്നെ ഈ ഗ്ലാസ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് അവിടെ ഹോളുണ്ടാവില്ലേ, ആ ഹോളില്ല. അപ്പം അത് ഞാൻ എപ്പോഴും ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചും കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് വീഴും തോന്നി. പിന്നെ നോക്കി കാണും. ഐക്യ ഷോപ്പ് ഒട്ടും തിരക്കൊന്നും അധികം ഉണ്ടാവില്ല. ഇനി ഫ്രൈഡേ പോകാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും പോവാറ് ഇങ്ങനെ വർക്കിംഗ് ഡേയ്സിൽ മോർണിംഗിലാണ് പോവാറ്. അതിപ്പോൾ ഈ അവിനസ് മോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉച്ചവരെ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും ഒരു പണിയില്ല. പിന്നെ നമുക്ക് ഫുഡ് അവിടെ തന്നെ കിട്ടും. പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തപ്പി നടന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയും ചെയ്യാം. പിന്നെ ഷോപ്പിംഗ് മോളിൽ എവിടെയെങ്കിലും പിന്നെ ഫുഡാണെങ്കിൽ ഇനി അതല്ല നമുക്ക് ലുലുവിലേക്ക് തന്നെ വരണം, നമുക്ക് പെട്ടെന്ന് വരാമല്ലോ. ഈ ഗ്ലാസ്സുകളൊക്കെ പൈസ വളരെ കുറവാണ് കേട്ടോ. ഇതിനൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഭാഗങ്ങൾ നല്ല ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല കേട്ടോ. മുന്നേ ഇത് നമുക്കായിട്ടല്ലായിരുന്നു വാങ്ങിയത്, പക്ഷേ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഐക്യ വന്നപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ നല്ല പുതുമയില്ലായിരുന്നോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറേ അങ്ങനെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതാ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഇതാ ബെഡ് നോക്കൂ, ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. അതാണ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അതുപോലെ ഇരിക്കുന്നത്. ഇതെല്ലാം ഡോർമാറ്റ് ഒക്കെയാണ്. പക്ഷേ നമ്മുടെ നല്ല നാട്ടിലെ ചവിട്ടി പോലെയുള്ളതാണ്. ഒരു കാലം കുറയ്ക്കാൻ നല്ലതാണ്. പല ഷേപ്പിലുള്ള ഡാർക്ക് ഷേപ്പ്, റൗണ്ട്, സ്ക്വയർ. പിന്നെ ഞാൻ ഇവിടുന്ന് എനിക്കൊരു ഡസ്റ്റ്ബിൻ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് വാങ്ങിയില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എന്തോ വാങ്ങിയിട്ടില്ല. പിന്നെ എനിക്കൊരു കുക്കർ വേണമെന്നുണ്ടായിരുന്നു. മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ പ്ലേറ്റും അല്ല കുക്കർ നോക്കി. ഞാൻ കുറച്ചായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കുക്കർ. അപ്പോൾ ഞാൻ സൽമാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ നോക്കി. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ അത് അവിടെ 8 കഴിഞ്ഞ ആഴ്ചയിൽ, അപ്പോൾ 8 kgയുടെ ഉള്ളൂ. അപ്പോൾ അത്രയും വലുത് വേണ്ട. ഇതപ്പോൾ ഞാൻ പറഞ്ഞ ബെഡ്ഷീറ്റ് കേട്ടോ. പക്ഷേ ഞാനത് വൈറ്റ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത് ഫിറ്റഡ് ചെറുതാണ്. പിന്നെ എനിക്കറിയില്ല ക്ലോത്ത് എത്രത്തോളം അത് വൈറ്റ് ആവുകൊണ്ട് നിൽക്കുമായിരിക്കും. എന്നാലും ഞാനത് വാങ്ങിയില്ല. അവസാനം സൽമാൻ സ്റ്റോറിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങാതിരുന്നത്. പിന്നെ അതിൻ്റെ വൈറ്റിൻ്റെ തന്നെ കളർ ചേഞ്ചുള്ള ക്രീമുണ്ട്, പിന്നെ ആഷ് കളറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും നല്ലതായിരിക്കും ഐക്യയുടെ ആകുമ്പോൾ. എന്നാലും പ്ലേറ്റ്സ് ആണ് ഇവിടെ. ഇവിടെയൊക്കെ ടിഫിൻ ബോക്സുകളാണ്. ഇത് ഗ്ലാസ് ബോക്സുകളാണ്. ഇത് ഓവൽ ഷേപ്പിലുണ്ട്, സ്ക്വയറുണ്ട്, റെക്റ്റാങ്കിളുണ്ട്, 3-4 ഷേപ്പുകളിലുണ്ട്. ടിഫിൻ ബോക്സായിട്ട് യൂസ് ചെയ്യാം. ഗ്ലാസ്സാണ്. അടപ്പ് ഒരു പ്ലാസ്റ്റിക് അടപ്പ് നമുക്ക് സെപ്പറേറ്റ് എടുക്കണം. ആ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അതിന് വലിയ പൈസ വരുന്നില്ല. 400 അങ്ങനെയൊക്കെ പൈസ വരുന്നുള്ളൂ. നല്ല ബോക്സാണ് കേട്ടോ. പക്ഷേ കോളേജിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഹെവിയാണ്. പക്ഷേ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ നമുക്കൊന്ന് വാങ്ങാൻ തോന്നും ചെയ്യും. ഇതിൽ ലുലുലുണ്ട്. ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഇങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ നോക്കിയത്. പക്ഷേ റൗണ്ട് നോക്കുമ്പോഴാണെങ്കിൽ അതിലൊട്ടും സാധനം നമുക്ക് ഫുഡൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ളൊരു രീതിയിൽ. എന്നാലും ഞങ്ങളത് നോക്കി. പിന്നെ വെയിറ്റാണ് ഒരു പ്രശ്നം. എന്നാലും വെയിറ്റ് ആണെങ്കിലും ഗ്ലാസ് നല്ലൊരു ഗ്ലാസ് പോലെ കണ്ടു. പല പല ഷേപ്പുകൾ കണ്ടില്ലേ. അടപ്പപ്പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കുക്കറാണ് നോക്കുക. ഒരു സോസ് പാൻ വാങ്ങുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു കുക്കറും. ഇതൊക്കെ മോളുടെ ആവശ്യത്തിന് തന്നെയായിരുന്നു. അപ്പോൾ കുക്കറാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ സ്റ്റീലുള്ളത് കിട്ടൽ വലിയ പാട് പോലെ. അങ്ങനെ നാട്ടിലോ അത്രയും അവൈലബിളായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രസ്റ്റീജ് നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ അവിടെ. പക്ഷേ അതന്നെ നമ്മൾ പിന്നെ ആ പ്രസ്റ്റീജിൻ്റെ ആ ബ്രാൻഡിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 8 ലിറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി, അത്ര വലുത് നമുക്ക് വേണ്ടതാനും പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണത്.
അപ്പോൾ എന്താ ഇതൊക്കെ സ്റ്റീലാണ്. ഇത് അതിൻ്റെ വില ഇത്രയും നോക്കിയില്ല ഞാൻ, പിന്നെ അത് വാങ്ങാൻ നിന്നില്ല. പിന്നെ എനിക്ക് സൽമാൻ സ്റ്റോറിൽ നിറയുണ്ട്, പക്ഷെ അവിടുത്തെ വിലയാണ് സഹിക്കാത്ത. ഇത് ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയില്ല, ഇവിടെ ഈ ഒരൊറ്റ തന്നെയുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ സ്റ്റീലാണെന്നാണ് അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവരുടെ ആഫ്രിക്കനാണ്. അപ്പോൾ അവരോട് ഇത് പക്ഷേ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത് സ്റ്റീലല്ല, പുറത്ത് മാത്രമേ സ്റ്റീലുള്ളൂ. ഇൻഡക്ഷൻ സേഫാണ്, പക്ഷേ അത് അവിടെ മുകളിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. എനിക്കത് ആദ്യം മനസ്സിലാവുന്നില്ല. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് തുറക്കാൻ. ബട്ടൺ പ്രസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ തന്നെ കണ്ടില്ലേ, അലുമിനിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട സ്റ്റീൽ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത് ഹെവി ഉണ്ട് കേട്ടോ, അലുമിനിയം ആണ്, ഹെവിയാണ്. അത് യൂസർ ഫ്രണ്ട്ലി അല്ല. ഇതൊക്കെ കട്ടിംഗ് ബോർഡ് അങ്ങനെയുള്ള ഓരോരോ എനിക്കിഷ്ടമായി കേട്ടോ അത്. പക്ഷേ ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഇത് ബാഗുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. നമ്മളപ്പോഴേക്കും അത് പറയാൻ മറന്നു. പിന്നെ ഐക്യയിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് നമ്മൾ വന്നതാണ് ബാഗുകളായിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നത്. അത് നമ്മൾ അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ വന്നത് ഇതോടുകൂടി നമ്മൾ വീഡിയോ നിർത്താമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി ബാക്കിയൊന്നും കാണിക്കാം. മാക്സിൽ വന്നതാണത്, മാക്സാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മൾ വേഗം അവിടെ നിന്നൊക്കെ ഇറങ്ങി. നമ്മൾ ഐക്യയിൽ സമയം പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മലബാർ ഗോൾഡിലും ജോയ് ആൽക്കാസിലും സമയം പോയി. പിന്നെ നമ്മൾ ഐക്യയിൽ പിന്നെ ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോഴൊക്കെ ഞങ്ങൾ പതുക്കെ അവിടെ താഴേക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ ഇതെല്ലാം ഈ ഷോപ്പിലൊക്കെ പോയി സെയിൽ ബോർഡ് കണ്ടിട്ട് ഇത് H&M അതൊക്കെ പോയിട്ടുണ്ടായി. നമ്മൾ H&Mലും ഒന്നും വാങ്ങിയില്ല പ്രാവശ്യം. മാക്സ്, H&M, പിന്നെ ഇതൊക്കെ R&B, Forever 21 അതിൽ നിന്ന് ഞാൻ വാങ്ങി. Forever 21 വാങ്ങി. പിന്നെ KM ട്രേഡിങ് പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി. അത് പിന്നെ നമ്മൾ വീഡിയോ നോക്കിയില്ല കേട്ടോ, KM ട്രേഡിങ് പോയത്. അപ്പോൾ അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇത് വെച്ചിട്ടാണ് പോയത്. ഇതാണ് R&B. ഇതെനിക്കെന്തോ ഇഷ്ടമായില്ല, ഭയങ്കര കണ്ടില്ലേ, ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത പോലെ ഇട്ട പോലെയൊക്കെ തോന്നി എനിക്ക്. എന്നാലും കുറേ ഉണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഞാൻ വേഗം ഇറങ്ങി, ഫുള്ളൊന്നും നോക്കാനും നിന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതല്ലേ, അപ്പോൾ വേണ്ടെന്നുള്ള രീതിയിൽ വേഗം ഇറങ്ങി. അപ്പോൾ ഈ Forever 21 എന്നുള്ള ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. H&Mഉം Forever 21 ആയിരുന്നു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ല. അതിനി തുടർന്ന് ഇനി ഇവിടെ H&Mൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടമായി ഏതെങ്കിലുമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അത് നമ്മളിപ്പോൾ വാങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവരൊരു % ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവും അത് സെയിൽ എന്ന് പറഞ്ഞിട്ട് അവരൊരു വേറൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് 8 റിയാലിന് വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ 5 റിയാലെന്നോ 3 റിയാലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം മോള് പോകുന്ന സമയത്ത് അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി. നമ്മളിങ്ങനെ പല സിറ്റി സെൻറ്ററിലുള്ള H&M പോയിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഡ്രസ്സുകളൊക്കെ വാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ വാങ്ങിയതൊക്കെ സെയിലായിട്ട് സൈഡിൽ കിടക്കുന്നു. അതും നമ്മൾ വാങ്ങിക്കാട്ടിലും പകുതി വിലക്കായിട്ട് തന്നെ. അപ്പോൾ 3 റിയാൽ 5 റിയാലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഇത് ഓൺലൈനിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ തോന്നുന്നു. പക്ഷേ നമ്മൾ നേരെ പോകാറ്, അപ്പോൾ അധികം ചെയ്യാറ് H&M ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ H&Mൽ സെയിലുണ്ടോ എന്നുള്ള രീതിയിൽ 40% സെയിൽ മാക്സ് H&M ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോകുന്നത്. പക്ഷെ ഒന്നും വാങ്ങിയില്ല. എനിക്ക് പിന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടുമായിരിക്കാം, പക്ഷേ അത്രയും സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിരുന്നു.
പിന്നെ അവിടുന്ന് പുറത്ത് കിടക്കണമായിരുന്നു. നമ്മൾ പോവാൻ സാധാരണ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളൊരു 8:30 9 ആകുമ്പോഴേക്കും 8:30 ആകുമ്പോഴേ നമ്മളവിടെ എത്താറുണ്ട്. 9 മണിയൊക്കെ ആകും പല ഷോപ്പുകളും തുറക്കുമ്പോൾ. എന്നാലും 8:30 9 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്താറുണ്ട്. അപ്പോൾ നമുക്ക് കുറേയും കൂടി സമയം കിട്ടും. പിന്നെ ഇപ്രാവശ്യം എത്തിയപ്പോൾ തന്നെ കുറച്ച് സമയമായില്ലേ, 10 10:30 ആയില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് അത്രയും സമയം കിട്ടാത്ത പോലെയാണ്. ഹസ്ബൻഡ് കൂടെ പോയാൽ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും ഷോപ്പുകളിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ കയറാതെ ഹസ്ബൻഡ് ഇങ്ങനെ വീക്ക് ഡേയ്സ് സെലക്ട് ചെയ്ത് പോകുന്നത്. വീക്ക് ഡേയ്സ് പോയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ട് കുട്ടികളുണ്ടാവുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ പോകാനൊക്കെ എല്ലാം സാധിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ തന്നെയാകുമ്പോൾ നമുക്കൊരു ഇതൊന്നൊരു രസം ഉണ്ടാവില്ല. അത് അങ്ങനെ പോകുന്നത്. ഇനി നമ്മൾ ഇവിടെ ഫോറെവർ 21 പോയി. അപ്പോൾ ഞാൻ മുന്നേയും ഇവിടെ നിന്ന് ഇങ്ങനെ ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ അവിടെ പോയത്. നല്ല ഷോപ്പാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഷോപ്പ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ സെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒന്ന് പോയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെയിൽ തന്നെയാണ് വാങ്ങിയത്. ഓഫറിൽ തന്നെ വാങ്ങിയത്. അല്ലാതെ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാവും. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു നല്ല വില ഉണ്ടാവും. അപ്പോൾ ഓഫറിലാണ് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമൊന്നും ഞാൻ ഈ ഷോപ്പ് അത്ര ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം ഇത് കോസ്റ്റ്ലി അല്ലേ വെച്ചിട്ട് നമ്മളങ്ങനെ മാറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ H&M സെയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെയും അതായത് 1 പീസ് 2 പീസ് 4 പീസൊക്കെ ആവുന്ന സമയത്ത് ഇവരൊക്കെ അങ്ങോട്ട് മാറ്റിയിടും. അപ്പോൾ നമുക്ക് പറ്റുന്ന പീസാണെങ്കിൽ നമുക്ക് അത് വാങ്ങാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുന്നാണ് ഫുഡ് വാങ്ങിയത് കേട്ടോ. അവിടുന്ന് മുകളിൽ നിന്ന് ഫുഡ് കോർട്ടിൽ നിന്നും കഴിച്ചില്ല. ഇവിടുന്ന് ലുലു വന്നിട്ട് ലുലുന്ന് സെലക്ട് ചെയ്യാണ് നമ്മൾ. ഇത് ലുലുന്ന് വാങ്ങിയിട്ട് നമുക്കവിടെ മുകളിൽ പോയിരുന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള സ്പേസുകളുണ്ട്. അവിടെ പോയിരുന്നിട്ട് ലുലുവിന് തന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. പിന്നെ ലുലുവിൽ നിന്ന് വാങ്ങിയ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ ഗ്രിൽഡ് കുബൂസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കോൾസ്ലോ, അതെല്ലാം മയോണൈസൊക്കെ ഒന്നിച്ചുള്ളൊരു കോംബോ പോലെയുള്ള അതാണ് വാങ്ങിയത്. നല്ല ഫുഡായിരുന്നു. ഈ സാധനങ്ങളൊക്കെയാണ് ഇന്നലെ വാങ്ങിയത്. പിന്നെ അതിൽ R&Bയുടെ സാധനങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വാങ്ങിയതാണ്. R&B ഒരു ഷോപ്പ്, പുതിയ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് പഴയ ഷോപ്പ് സ്ഥലം മാറിയതാണെന്നാണ്. പക്ഷെ നമ്മളവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കും. 3 മണിക്ക് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. നമ്മൾ വെറുതെ അവിടെ അത് R&Bയിൽ പോകാനായിട്ട് പോയതൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ പോയി. പിന്നെ ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് ഒരു ബാഗ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വെറുതെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ 100 കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. പക്ഷേ ഞങ്ങളപ്പോൾ എല്ലാം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് 8 റിയാലോ അങ്ങനെ ഇത്രയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് നമ്മൾ കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് 10 റിയാലിന് ബാഗ് ഉണ്ടെന്ന്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, 10 റിയാലിന് വാങ്ങിയാലാണ് ബാഗെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു സാധനം കൂടി വാങ്ങി. അങ്ങനെ നമ്മൾ 10 റിയാലാക്കിയിട്ട് 10 റിയാലാക്കി. അങ്ങനെയാണ് 10 റിയാലാക്കി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്നുള്ളത്. ബാക്കിയൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒരു 10 മണി മുതൽ ഈവനിങ് 6:15 വീട്ടിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാങ്ങിയ സാധനങ്ങളാണ്. പിന്നെ ഐക്യയിലൊന്നും മറ്റു സാധനങ്ങളും കാണിച്ചു തരാൻ. പിന്നെ ഇത് കുറച്ച് ഗ്രോസറീസ്, അത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒന്നും കാണിച്ചില്ല. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കുമ്പോൾ എല്ലാം കൂടി കാണിക്കാം, ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഐക്യയിൽ ഒരു പ്ലേറ്റ് വാങ്ങി. ഇത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെറും മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ്, കനം കുറഞ്ഞൊരു പ്ലേറ്റ് പോലെയൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഒരു ടിഫിൻ ബോക്സ്, ഇതും അത് അവൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, എന്നാലും സാരമില്ല. ഇതൊക്കെ ഐക്യന്നാണ്. എനിക്ക് വില കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഈ അടപ്പ് നമ്മൾ വേറെ വാങ്ങുകയാണ്. അപ്പോൾ അത് അടപ്പ് 400 പൈസയാണ് ആവുന്നത്. പിന്നെ പാത്രം കുറച്ച് ഹെവിയാണ്, കുറച്ച് വലുത് അടപ്പിൻ്റെ കൂടെയുള്ള കേട്ടോ. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഇത് ഗ്ലാസിൻ്റെ. അപ്പോൾ അത് ലുലുന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും എനിക്കിത് കുറച്ച് കുറവായിട്ട് തോന്നി, 900 പൈസ. പക്ഷേ ഭയങ്കര ഹെവിയാണ്. ഫുഡും കൂടിയും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാവും ഈ പ്ലേറ്റും ഇതും. പിന്നെ ഈ 2 ബ്രഷുകൾ
അതാ ഇത് ബ്രഷുകൾ, ഇത് 200 പൈസയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ ബ്രഷുകളായതുകൊണ്ട് എനിക്കിഷ്ടമായി. ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന, അപ്പോൾ ഞാൻ 2 കൂടി വാങ്ങി. ബ്രഷല്ലേ, നമുക്ക് ഉപകാരപ്പെടും. പിന്നെ ഒരു ബാത്ത് ടവൽ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി വാങ്ങിയത്, ഒരെണ്ണം വാഷ് ചെയ്തു, 2 ഇതും 900 or 990 ഒത്തിരി സോഫ്റ്റ് ക്ലോത്തായിട്ട് തോന്നിയിട്ടോ, എനിക്കിഷ്ടമായി ഇത്. ഞാൻ ലുലുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ, അപ്പോൾ അവിടത്തെക്കാട്ടിലും എനിക്ക് നല്ലതായിട്ടും തോന്നി. പിന്നെ ഇത് കുറച്ച് വലിപ്പമുണ്ട്, ലുലുവിൽ ചെറുതായിരുന്നു, അതിലും കോസ്റ്റ്ലിയാണ് തോന്നുന്നു. പിന്നെ ചെറുതായത് ഇത്തിരി വലിപ്പമുണ്ട്, നമുക്ക് സുഖമായിട്ട് കുളിക്കാനും ഒക്കെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ കാംബ്രിഡ്ജിൽ നിന്ന് കുറച്ചത് ഇന്നർ ഗാർമെൻറ്റ്സൊക്കെയാണ് വാങ്ങിയത്. പിന്നെ കൂടാതെ ഇത് Forever 21, ഇത് നല്ലതായിട്ട് തോന്നി. ഇത് ഓഫറാണ് കേട്ടോ ഷോപ്പിൽ. ഇതുവരെ 8.9 2.5 ഓഫർ കണ്ടു. അങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ആകെ 2 പീസ് തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല, 2 നമ്മൾ വാങ്ങി. പിന്നെ ഇതാണ് RMBയുടെ ബാഗ് എന്ന് പറഞ്ഞത്. 2 റിയാലിന് വാങ്ങുമ്പോൾ നമുക്കൊരു ലെതർ ബാഗ് എന്നവർ പറയുന്നത് നമുക്ക് കാണുന്നത് റെക്സിൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. റെക്സിൻ പോലെ തോന്നി. ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. നമുക്ക് കിട്ടിയത് ബ്ലാക്കാണ്. പിന്നെ അതോട് കൂടിയിട്ട് 100 ഒക്കെ കഴിഞ്ഞ് തോന്നുന്നു. പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല, അവർ ആ ബാഗ് അവിടെ എടുത്ത് മാറ്റുന്നതായിട്ട് കണ്ടു. നമ്മൾ RMBയിൽ നിന്ന് വാങ്ങിയത് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രം തന്നെ. അങ്ങനെ ഒരു ഇത് വളരെ എന്താ പറയുക, സോഫ്റ്റായിട്ടൊക്കെ തോന്നി, നല്ലതായിട്ട് തോന്നി. എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് കൂടി ആകുമ്പോൾ എത്രത്തോളം നിൽക്കുമെന്ന് അറിയില്ല. ഇത് ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും 2 മക്കൾക്കും ഞങ്ങൾ 6 വാങ്ങി. പൈസ തയ്ക്കും വേണമല്ലോ. പിന്നെ മോൾക്കൊരു സ്വെറ്റർ വാങ്ങി. അങ്ങനെയാണ് നമ്മൾ 10 റിയാലാണ് തയ്ച്ചത്. 8 റിയാലായിരുന്നു ആദ്യം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ 2 കൂടി വാങ്ങി. അപ്പോൾ ഇത് 1.4ൻ്റെയാണ്. അത് 1 റിയാലിനാണ് നമുക്ക് ആവുന്നുള്ളൂ. അപ്പോൾ 1 റിയാലിനൊരു ഇത് ഇപ്പോൾ ഒരു നമുക്ക് മുട്ട് വരെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. കളറുകൾ ബ്ലാക്ക്, ബ്രൗണ് കളർ, ഇതൊക്കെ അവിടെ ഏകദേശം തീരാറായിരുന്നു. ഇതൊക്കെ ലാസ്റ്റ് സ്റ്റോക്ക്. നമുക്ക് ഇത് സെലക്ഷൻ സൈസും കളറൊന്നും നോക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ബ്ലാക്ക് ബ്രൗണൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ബ്രൗൺ വാങ്ങേണ്ടതായിട്ട് വന്നു. പിന്നെ ഈ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഒരാൾക്ക് ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടമായത് ഇതും പിന്നെ വേറെയൊക്കെയാണ്. പിന്നെ അങ്ങനെ ചോയ്സ് ഇല്ലാത്ത അവിടെ ഏകദേശം തീർന്നിരിക്കുന്നു. പിന്നെ വേറെ 1 റിയാലിൻ്റെയൊക്കെ പലതും തീർന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് 4. ഇത് ഓഫറല്ല, 4.5 4 റിയാൽ 500 പൈസ അത്രയാണ് ആയത്. ഇത് RMBയുടെ തന്നെ, ഇത് അവരുടെ തന്നെ പ്രൊഡക്റ്റാണ് തോന്നുന്നു. RMB എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ലാസ്റ്റ് എന്ന് വിചാരിക്കാം. അപ്പം മോൾക്ക് പോകുമ്പോൾ തണുപ്പല്ലേന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. ഇതങ്ങനെ കണ്ടപ്പോൾ ഈ കളർ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങാൻ വേണ്ടി പോയതൊന്നുമല്ല കേട്ടോ. ഇതങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ 4.5 കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയേ ഉള്ളൂ. ഇപ്പോൾ ഷോപ്പിംഗ് ആയിട്ട് പോയതല്ല. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ടിഫിൻ ബോക്സ്, പ്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സാധനം ഇത് ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഈ കവറിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് നല്ല ബോക്സിൽ ആണെങ്കിലും ഞാൻ ബോക്സുകളിലൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊക്കെ വാഷ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്പോൾ നമ്മൾ ടൊമാറ്റോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഒന്നിച്ചൊക്കെ ഒന്നിച്ചൊക്കെ എടുത്ത് വെക്കുന്ന സാധനങ്ങൾ, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ നമ്മൾ ബോക്സുകളിൽ വെക്കുന്ന ഒന്നും കൂടി നല്ലതാണ്, ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ. പക്ഷേ ഇതിലാവുമ്പോൾ നമുക്ക് വെക്കുമ്പോൾ ഇതങ്ങനെ കേടാവുമൊന്നുമില്ല. നമുക്കിത് ഞാൻ 1 ടൈം യൂസ് തന്നെ ചെയ്യാറ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് വെക്കാം. ഇത് വളരെ തിന്നാണ്. പിന്നെ നമുക്ക് വിസിബിളും ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴുകിയിട്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാറുണ്ട്. പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട്, നമുക്ക് സമയമുള്ളതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യാതെ ഉപയോഗിക്കാനൊന്നും അറിയില്ല, ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇതിലങ്ങനെ വെക്കാറുണ്ട്. ഇതൊക്കെ ലുലുന്നാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ അവന്യൂസ് മോളിലാണ് ആദ്യം കൂടുതൽ ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ അവന്യൂസ് മോൾ ലുലുന്നാണ് ലുലുന്നാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത്. ഇത് ഇഡ്ഡലി ദോശ റൈസ് പിന്നെ ബസ്മതി റൈസ്, പിന്നെ അങ്ങനെ ഗ്രോസറീസ് അത്രയേ ഉള്ളൂ. ഇത് പുട്ടുപൊടി, പിന്നെന്താ ചെറുപയർ, റാഗി, ബജ്ര. ഇത് സോയാ മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഒരു മിൽക്കിന് പകരം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് റൈസ് നൂഡിൽസ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് ചോദിച്ചാൽ റെഡ് റൈസോ മറ്റോ റൈസാണെന്നാണ് അവർ പറയുന്നത്.
അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസ്. ഇതൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്ത് നോർമല്ല. ഇതൊക്കെ പുതിയൊരു ബ്രാൻഡായിരുന്നു. അപ്പോൾ അവരവിടെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് അവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടി. നല്ലതാണോ എന്നൊന്നും അറിയില്ല. 3 പോയിൻ്റൊക്കെ വിലയും വന്നിട്ടുള്ളൂ. നല്ലതാണ്. ബിരിയാണി കഴിച്ചപ്പോൾ നല്ല അരി ലോങ് റൈസായിട്ട് നല്ലതായിട്ട് തോന്നി. ഇത് ജീരകശാല റൈസാണ്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പ് അത്ര. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്താ, അപ്പോൾ എല്ലാവരും വ്ളോഗ് കുറച്ച് വലുതായി, എല്ലാവരും കാണണം. എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഷോപ്പിംഗ് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എന്ത് ഷോപ്പിംഗ് ചെയ്തു എന്നുള്ളത് ആ ഒരു ഇതിൽ എല്ലാം കാണിക്കുന്നു. നിങ്ങളുമായിട്ട് ഇന്നലത്തെ വിശേഷം പങ്കിടുന്നു. അതുകൊണ്ട് എല്ലാവരും കാണണം. എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റായിട്ട് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും രേഖപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് നമ്മളതിനെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്ക് നൽകണം. താങ്ക് യു ഓൾ.